Hello, my dear students. Welcome to Human Resource Management 22nd session. നമ്മൾ ഇതോട് കൂടിയിട്ട് രണ്ട് മോഡ്യൂൾസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മളുടെ മൂന്നാമത്തെ മോഡ്യൂളാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മളുടെ രണ്ടാമത്തെ മോഡ്യൂളിൽ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ്റെ കാര്യം പറഞ്ഞു. അവിടെ നിന്ന് ഒരു തുടർച്ചയായിട്ടാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്ത് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. അദ്ദേഹം ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിയായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യണം? ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് പെർഫോം ചെയ്യണം. പക്ഷെ ആൾ ഓർഗനൈസേഷന് പുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ ചിലപ്പം അയാളുടെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ച് അത്രയും കണ്ട് ചിലപ്പോൾ പെർഫോം ചെയ്യാനായിട്ട് ചിലപ്പോൾ അയാൾക്ക് പറ്റിയെന്ന് വരില്ല. ആ ചെയ്യുന്ന ടാസ്ക് ഇഫക്റ്റീവായിട്ടും സക്സസ്ഫുള്ളായിട്ടും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രെയിനിങ് വളരെ അനിവാര്യമായിട്ട് വരികയാണ്. ഓക്കെ, സോ ഈ ട്രെയിനിങ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ ജോബ് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ചെയ്യുന്ന ടാസ്ക് നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ നമുക്കറിയാം ഒരുപാട് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എംപ്ലോയീസിന് ആ പുതിയ ഡെവലപ്മെൻറ്റിന് അനുസൃതമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന പുതിയ ടെക്നോളജിയായിട്ട് യോജിച്ച് പോകാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് വേണ്ടതാണ്. ഏത് സമയത്തും നമ്മുടെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. ആ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസ് ഗ്രോ ചെയ്യുള്ളൂ. അതിന് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായേ പറ്റൂ. സോ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനിൽ വേണ്ടതാണ്. അതൊരു ലോങ് ടേം എഡ്യൂക്കേഷണൽ പ്രോസസ്സും കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ മാനേജറിലായിട്ടുള്ള വ്യക്തികൾക്ക് നമ്മളുടെ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് പല മാനേജറൽ കൺസെപ്റ്റ്സും തിയറിറ്റിക്കൽ നോളേജൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെയാണ് ചെയ്യുന്നത്. അതിനും നമ്മൾ മാനേജറൽ പേഴ്സൺസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ട്രെയിനിങ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ JP ക്യാമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഥർ നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്ന ഡെഫിനിഷൻ ഇതാണ്. ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത് അത് ടിപ്പിക്കലി ഡിസൈൻ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം കോഴ്സാണ്. അതെന്തുകൊണ്ടാണ് ഷോർട്ട് ടേം കോഴ്സ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രെയിനിങ്ങിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റഡ് പർപ്പസിൻ്റെ പിൻബലത്തിൽ ആ ട്രെയിനിങ് ഷോർട്ട് ടേം ആയിരിക്കും. ഓക്കെ, സോ ഒരു ട്രെയിനിങ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അതുകൊണ്ടാണ് അത് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. പക്ഷേ എംപ്ലോയി ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഒരു ലോങ് ടേം പർപ്പസ് ആയിട്ടാണ് ആ ട്രെയിനിങ് വരിക, അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് എയിം ഉദ്ദേശിക്കുമ്പോൾ അതിൽ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ എംപ്ലോയീസിൻ്റെ പേഴ്സണാലിറ്റിയാണ് ഡെവലപ്പ് ആവുന്നത്. ഇത് നമുക്ക് കൂടുതലായിട്ട് ഈ എക്സിക്യൂട്ടീവ്സിൽ പ്രതിഫലിച്ച് കാണാനായിട്ടും പറ്റും. കാരണം എക്സിക്യൂട്ടീവ്സിന് പേഴ്സണാലിറ്റി കൂടുതൽ പ്രതിഫലിപ്പിക്കുമ്പോൾ, പേഴ്സണാലിറ്റി കൂടുതൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രെയിനിങ് ഒരുപാടധികം ഗുണം നമ്മുടെ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റിനും വ്യത്യാസമുണ്ട്. നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ടെക്നിക്കലി പറയുമ്പോൾ ഈ പറയുന്ന ബ്ലൂ കോളർ ജോബ്സ്, അല്ലേ, അതായത് നമ്മുടെ മാനേജറിലല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ട്രെയിനിങ്. അതേസമയം മാനേജറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ട്രേഡ് യൂണിയൻസ്, യൂണിയൻ ഫെഡറേഷൻസ്. ട്രേഡ് യൂണിയൻസ് എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ യൂണിയനാണ് ട്രേഡ് യൂണിയൻസ്. യൂണിയൻ ഫെഡറേഷൻ എന്ന് വെച്ചാൽ എംപ്ലോയറുടെ മാനേജർ ലെവൽ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരുടെ
യൂണിയൻസിനെയാണ് നമ്മൾ ഫെഡറേഷൻ യൂണിയൻ അല്ലെങ്കിൽ യൂണിയൻ ഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോൺ മാനേജറൽ ആയിട്ടുള്ള എംപ്ലോയീസിനുള്ളതാണ് ട്രെയിനിങ്. എന്നാൽ മാനേജർ ലെവലുള്ള ആൾക്കാർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും തിയറിറ്റിക്കലായിട്ടുള്ള നമ്മളുടെ ഒരു ഡിസ്റ്റിങ്ഷൻ. പിന്നെ പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ്. അതേസമയം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഒരു എംപ്ലോയി എന്ന രീതിയിൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ട്രെയിനിങ് ഷോർട്ട് ടേം ആണ്, ഡെവലപ്മെൻറ്റ് ലോങ് ടേം ആണ്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ മിക്കപ്പോഴും ടെക്നിക്കലായിട്ടുള്ളതും മെക്കാനിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് നോൺ മാനേജറിലായിട്ടുള്ള വ്യക്തികൾക്ക് അവർ ജോലി ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഉള്ളതാണ് പ്രൊവൈഡ് ചെയ്യുക. അതേസമയം ഡെവലപ്മെൻറ്റിലാണെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ളതും തിയററ്റിക്കലായിട്ടുള്ള പല എഡ്യൂക്കേഷണൽ കൺസെപ്റ്റ്സാണ് അവർക്ക് ട്രെയിനിങ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ട്രെയിനിങ്ങിൽ കഴിയുമ്പോൾ എംപ്ലോയീസിന് അവരുടെ ഒരു ജോബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കഴിവ് നേടുകയാണ്. അതേസമയം ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കഴിയുമ്പോൾ ഭാവിയിൽ അവർക്ക് കുറേ കൂടി അവരുടെ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിലൂടെ ഒരാൾക്ക് അയാളുടെ ജോബ് സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിലൂടെ ഒരാൾക്ക് അയാളുടെ പേഴ്സണൽ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് HR റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പോൾ ഈ ബാങ്കിങ് സെക്ടറിലൊക്കെയുള്ള മാനേജറൽ പൊസിഷനിലുള്ള ആൾക്കാരുടെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ചെയ്യാം. ഓക്കെ, അതാണ്. അപ്പോൾ അത് നല്ലൊരു ടോപ്പിക് ആയിരിക്കും, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഓഫ് ബാങ്ക് എംപ്ലോയീസ്. അല്ല, അവരൊക്കെ ഒരു മാനേജർ ലെവലുള്ള എംപ്ലോയീസാണ്. പിന്നെ ട്രെയിനിങ് കൺസെപ്റ്റ് എന്താണ്? ട്രെയിനിങ് നമ്മൾ പറഞ്ഞു നേരത്തെ, നോൺ മാനേജറായിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ്. അവർക്ക് അവരൊരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനുള്ള സ്കില്ലും നോളജൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പം ശരിക്കും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ലേണിംഗ് ആണ് ട്രെയിനിങ്ങിലൂടെ അവർക്ക് സാധ്യമാവുന്നത്. ഇപ്പോൾ ട്രെയിനിങ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. ഇതിലൂടെ അവർക്ക് അവരുടെ ജോബ് സ്കില്ല് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്, സ്കില്ല്, എബിലിറ്റി ഇതെല്ലാം അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ആ ട്രെയിനിങ്ങിലൂടെ സാധ്യമായിരിക്കും. അതുകൊണ്ട് അവർക്ക് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ജോബ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ട്രെയിനിങ് കഴിയുമ്പോൾ എംപ്ലോയീസിന് അവർക്ക് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സ്കിൽസ് ജോബ് ചെയ്യാനും, അതുപോലെ ടെക്നോളജിക്കൽ നോളേജ് വർദ്ധിക്കാനും, അതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റീസും ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ട്രെയിനിങ്. ഇനി നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ 1-2 ഡെഫിനിഷൻസ് നോക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഓഥറാണ് എഡ്വിൻ ബി ഫ്ലിപ്പോ. അദ്ദേഹം പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ആക്റ്റാണ്. അത് നമ്മളുടെ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ടുള്ള നോളേജും സ്കില്ലും വർദ്ധിപ്പിക്കുന്ന ഒരു ആക്റ്റായിട്ടാണ് എഡ്വിൻ ഫ്ലിപ്പോ ട്രെയിനിങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. സോ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോബ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് ജോബിൽ എന്താണ് റിക്വയർ ചെയ്തിട്ടുള്ളത്, അതിൽ ആ എംപ്ലോയിയുടെ കമ്പീറ്റൻസ്, അയാളുടെ ഒരു എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പർപ്പസ്. ഇനി നമുക്ക് അപ്പോൾ ഓൾറെഡി നമ്മൾ ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു. ഇനി ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നോക്കാം. ട്രെയിനിങ് ശരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്, ജോബ് റിലേറ്റഡ് സ്കില്ല്. അതേസമയം എഡ്യൂക്കേഷൻ ആണെങ്കിലോ നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ക്ലാസ് റൂമിൽ ആയിട്ടാണ് നമുക്ക് എഡ്യൂക്കേഷൻ വരുന്നത്. അത് ശരിക്കും നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതിൻ്റെ കൺസെപ്റ്റ്സ്, അതിനെക്കുറിച്ചുള്ള റീസണിങ്, അതിനെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ്, അല്ലേ, എന്താണത് അങ്ങനെ സംഭവിച്ചത്, അത് ഇങ്ങനെ സംഭവിക്കുന്നതിന് എന്താണ് അതിൻ്റെ ശരിയായ വസ്തുത എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ ജഡ്ജ്മെൻറ്റും റീസണിങ്ങും നമുക്ക് എഡ്യൂക്കേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേസമയം ട്രെയിനിങ് എന്ന് പറയുന്നത് ഡേയ്ലെസ് ബേച്ച് എന്ന് പറഞ്ഞ വേറൊരു ഓഥർ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഓക്കെ, ഇതുവഴി നമ്മളൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് നോളേജും സ്കില്ലും ലേൺ ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ 2 ഡെഫിനേഷൻ നമ്മൾ കണ്ടു. എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്നത് ട്രെയിനിങ് ഒരു ആക്ട് ആണെന്നും ഡെയ്ലസ് ബീച്ച് പറയുന്നത് ട്രെയിനിങ് ഒരു ഓർഗനൈസ് പ്രൊസീജിയർ ആണെന്നുമാണ്. ഫ്ലിപ്പോ പറയുന്ന ആക്ട് അനുസരിച്ച് നമ്മുടെ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനുള്ള സ്കില്ലും നോളേജും നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഡെയ്ലസ് ബീച്ച് പറയുന്ന അനുസരിച്ച് ഈ ഒരു ഓർഗനൈസ് പ്രൊസീജിയറിലൂടെ നമ്മൾ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോളേജും സ്കില്ലും ലേൺ ചെയ്യാം. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ്. ഇനി നമുക്ക് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് വൈഡറാണ്. കാരണം ഒരുപാട് കാലത്തേക്ക് അതിൻ്റെ സ്കോപ്പ് ഉണ്ടാവും അല്ലേ, നമ്മൾ ആ രീതിയിലാണ്. അതേസമയം ട്രെയിനിങ് ആണെങ്കിൽ നാരോ ആണ്, ഒരു ചെറിയ ഷോർട്ട് ടേമിലേക്കാണ് ട്രെയിനിങ് വരുന്നത്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും തിയററ്റിക്കലായിട്ടുള്ള ഓറിയൻറ്റേഷനാണ്, തിയറീസാണ് പലതിൻ്റെയും നമ്മൾ എഡ്യൂക്കേഷനിൽ പഠിക്കുന്നത്. ട്രെയിനിങ്ങിൽ നമ്മൾ അപ്ലിക്കേഷൻ ഓറിയൻ്റ് ആണ്, ഒരുപാട് അപ്ലിക്കേഷൻസാണ് പഠിക്കുക അല്ലേ. ഒരു മെഷീൻ ആണെങ്കിൽ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെങ്കിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെ അല്ലേ. പിന്നെ എഡ്യൂക്കേഷൻ ഒരു ഫോമൽ ഇൻസ്ട്രക്ഷനാണ്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫോമൽ ഇൻസ്ട്രക്ഷനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ട്രെയിനിങ് ഒരു വർക്ക് പ്ലേസിലാണ് നടപ്പിലാക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ പേഴ്സൺ ഓറിയൻറ്റഡ് ആണ്, ട്രെയിനിങ് ജോബ് ഓറിയൻറ്റഡ് ആണ്. എഡ്യൂക്കേഷൻ ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ്, ട്രെയിനിങ് ഒരു ഷോർട്ട് പീരീഡ് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ റിസൾട്ട് നമുക്ക് അത്ര വിസിബിൾ അല്ല, അതേസമയം അപ്പാരൻ്റ് ആണ്, അതത്ര പ്രകടമായി കാണുന്നതല്ല. എന്നാൽ ട്രെയിനിങ്ങിൻ്റെ നമുക്ക് ക്വിക്കാണ്, അത് അപ്പാരൻറ്റുമാണ്, അതായത് നമുക്ക് പ്രകടമായി കാണാൻ പറ്റും ഇല്ലേ, ചെയ്യുന്ന വർക്കിലുള്ള എഫിഷ്യൻസി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് ഈ എഡ്യൂക്കേഷൻ ട്രെയിനിങ് അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. കാരണം ശരിക്കും ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാണ് ട്രെയിനിങ് എന്ന് പറയാം. അതുകൊണ്ട് രണ്ടും തമ്മിൽ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് നമുക്ക് കരുതാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമ്മളുടെ ട്രെയിനിങ് ആക്ടിവിറ്റീസിൻ്റെ കീ ഏരിയാസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ട്രെയിനിങ് ആക്ടിവിറ്റീസിൻ്റെ കീ ഏരിയാസ് എന്ന് പറയുന്നത് 6 എണ്ണമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ് ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. രണ്ടാമത്, ഈ ട്രെയിനിങ് അഥവാ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയി ഗ്രൂപ്പ്സിന് കോമൺ ആയിട്ട് എങ്ങനെയാണ്, അതിൻ്റെ സ്കീമിൻ്റെ പ്രൊവിഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. പിന്നെ നമുക്ക് ഈ ട്രെയിനിങ് ഇൻ ഹൗസ് ആയിട്ടും അതുപോലെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും കൊടുക്കാം. ഇൻറ്റേർണലായിട്ട് നമ്മൾ ട്രെയിനിങ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ. ഇനി എക്സ്റ്റേണലായിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ്, അതിൻ്റെ അസസ്മെൻറ്റ്. നമ്മൾ ഇൻറ്റേർണലായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആയാലും എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആയാലും അതിൻ്റെ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ് സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റ്, അവരെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രെയിനിങ് ആക്ടിവിറ്റിയിൽ കീ ഏരിയാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രെയിനിങ് എന്ന് പറയുന്നത് നോൺ മാനേജറൽ ജോബിലുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് ട്രെയിനിങ്. മാനേജറൽ ലെവലിലുള്ളവർക്ക് കൊടുക്കുന്നത് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് നോൺ മാനേജറൽ ലെവലുള്ള എംപ്ലോയീസിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം ഇങ്ങനെയുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ വിലമതിക്കാൻ പറ്റാത്തൊരു അസറ്റാണ്. കാരണം ഈ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ എംപ്ലോയീസ് ഇവരില്ലെങ്കിൽ നമുക്ക് ഒരു വർക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നോൺ മാനേജറൽ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അത്രയധികം എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ട്രെയിനിങ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഓൾറെഡി ഉള്ള എംപ്ലോയീസിനും പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇത് ആ എംപ്ലോയീസിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത നമുക്ക് താഴെയുള്ള കാരണങ്ങൾ കൊണ്ട് വിശദീകരിക്കാം. ഒന്ന്, ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ആയിരുന്നു അല്ലേ. അതായത് പുതിയതായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ ജോബ് ചെയ്ത് കഴിയുമ്പോൾ
ആളുടെ ജോബ് അയാൾക്ക് ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ആൾക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? ട്രെയിനിങ് വേണം, അല്ലേ? ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, അല്ലേ? അത് ആ രീതിയിലാണ് വരുന്നത്. ഇൻഡക്ഷൻ ട്രെയിനിങ് ആ രീതിയിലാണ് വരുന്നത്. നമ്മൾ എന്താണ് ഓറിയൻറ്റേഷൻ, ഇൻഡക്ഷനൊക്കെ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു. ഓക്കെ, സോ അങ്ങനെ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, ഇൻഡക്ഷൻ ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ പുതിയ എംപ്ലോയിക്ക് ആ പുതിയ ഓർഗനൈസേഷനിൽ ആൾ ചെയ്യേണ്ട ജോബായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അയാൾ മാക്സിമം അയാളുടെ എഫിഷ്യൻസി അവിടെ കാഴ്ചവെക്കുന്നുണ്ടാവും. ആൾക്ക് കുറെ കൂടി നന്നായി പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ നമ്മൾ പുതിയ എംപ്ലോയീസിന് അവരുടെ ജോബായിട്ട് ഫെമിലറൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഓറിയൻറ്റേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവർ ഒരുപാട് കാലങ്ങളായിട്ട് അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നോളേജ് സ്കില്ലും ഒന്നും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. സോ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവർക്കും എന്ത് ചെയ്യണം? ഈ പറയുന്ന ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം, അവരുടെ കമ്പീറ്റൻസി അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ടെക്നോളജി ചേഞ്ചസ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ചേഞ്ചസ്, ഇപ്പോൾ ഈ ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിൽ വരുന്നൊരു വിചാരം എന്താ? മെഷീൻ ടെക്നോളജി മാത്രമല്ല, വേറെയും ടെക്നോളജീസ് ഉണ്ട്, അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് ടെക്നോളജീസ് ഉണ്ട്, മാർക്കറ്റിംഗ് ടെക്നോളജീസ് ഉണ്ട്, പ്രൊഡക്ഷൻ ടെക്നോളജീസ് ഉണ്ട്, ഫിനാൻഷ്യൽ ടെക്നോളജീസ് ഉണ്ട്. അങ്ങനെ പല ഫങ്ഷണൽ ഏരിയാസിൽ ഉണ്ടാവുന്ന ടെക്നോളജി, ആ ടെക്നോളജിക്കൽ ചേഞ്ചസ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉചിതമായിട്ടുള്ള ട്രെയിനിങ് അപ്പോൾ കൊടുത്ത് ആ ടെക്നോളജിക്കൽ ചേഞ്ചിന് ആപ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എംപ്ലോയീസിനെ മാറ്റിയെടുക്കാം. ഓക്കെ, ഇനി എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര ചെറിയതും വലുതുമായിട്ടുള്ള ഓർഗനൈസേഷൻസൊക്കെ ഗ്ലോബലൈസേഷനിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ഒരു ലിബറലൈസേഷൻ പുതിയ ഫേമുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പുതിയ ടെക്നോളജി ആ ഫേമിലേക്ക് കൊണ്ടുവരാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അവരുടെ ആ ഒരു പൊസിഷൻ ഈ ഗ്ലോബലൈസേഷനിൽ നിലനിർത്താൻ വേണ്ടി തീർച്ചയായിട്ടും അവർക്ക് എക്സ്പാൻഡ് ചെയ്ത് ഗ്രോ ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്യാനൊക്കെ ആ ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ച് അനുസരിച്ച് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് അനിവാര്യമായിട്ട് വരികയാണ്. അപ്പോൾ എംപ്ലോയീസ് അത്തരത്തിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് ആ ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ച് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാം. ഇനി ഇൻറ്റേർണൽ മൊബിലിറ്റി. ഇപ്പോൾ നമ്മളുടെ എംപ്ലോയീസിന് തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഹയർ ലെവലിലേക്ക് പോകുന്നു, ട്രാൻസ്ഫറായി പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ആ ഒരു ഹൈ ലെവലിലേക്ക് കുറേ കൂടി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും ട്രെയിനിങ് അനിവാര്യമാണ്. ആ രീതിയിൽ അവർക്കും ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. നമുക്കൊരുപാട് പ്രോബ്ലംസ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ആക്സിഡൻറ്റ്സ് ഉണ്ടാവാറുണ്ട്, ലോ പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി പ്രശ്നങ്ങൾ, ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഹൈ റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റിസം, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് പ്രൊഡക്ഷൻ പ്രോബ്ലമായിട്ട് വരാറുണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ടും നമുക്ക് ട്രെയിനിങ് നല്ലതാണ്.